നിങ്ങൾ ഇവിടെ വന്നീന്നോ വന്നില്ലേ എന്നുള്ളത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇനി മുതൽ ഇതിന്റെ ഉള്ളത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊണ്ട്, ഇതിനുള്ളത്തെ കാര്യങ്ങൾ ഇടപെടാനേ നിങ്ങൾ വരണ്ട. എവിടുന്ന് കിട്ടി ആ മകൻക്ക് ഇങ്ങനത്തെ ഒന്നിനെ? നിന്റെ തലവിധി അല്ലാതെ വേറെ എന്താടി പറയാ? ആ, നിങ്ങളെ തലയിൽ തന്നെയാണ്. ഇത്രയും പാവായ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒന്നിനെ കിട്ടിയല്ലോ. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കൊന്നും വേണ്ട. 4 ഓൾക്ക് അതൊരു വളാവുള്ളൂ. അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്താല് വളർന്നുണ്ടെങ്കിൽ ചെയ്തോളൂ. പിന്നെ ഞാൻ ഒന്നും പറയാൻ വരുന്നില്ല. നിങ്ങളെ പാടായി എന്ത് കാട്ടിയാലും വേണ്ടിയില്ല. ഞാൻ പോവാണ്. ഇനിയിപ്പൊ അങ്ങോട്ട് വരാനും നിക്കണില്ല. എന്തിനാ അങ്ങോട്ട് വരുന്നത്? ഇതൊക്കെ സാധനങ്ങൾ ഇതിന്റെ ഉള്ളില്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ മകളെ ഫോണിക്ക് വിളിക്കാം. അപ്പൊ ഞാൻ വരണ്ടി. ആടി, ഞാൻ എനിക്ക് വിളിക്കാം. പഠിച്ചവനെ, ഇത്രയും കാലം ഇല്ലാത്തൊരു തിരക്കും പടിയാണല്ലോ ഇപ്പൊ ഉണ്ടാക്കുന്നത്. അതും ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് കേറി 2 ദിവസം ആയപ്പോത്തിന് ഇനി എന്തൊക്കെ ഉണ്ടാവാൻ പോണാവോ. ഇപ്പൊ ഞാൻ അത് തിരുമ്പിച്ച് ഞാൻ കേടരണ്ട. ഇതിലല്ലേ പോണ ഡ്രസ്സ്, അങ്ങനെ തന്നെ അവിടെ കൊണ്ടാക്കാം. കൊറച്ചേരം അവിടെ നിന്നപ്പോ തന്നെ വെച്ചാതായി. അല്ല, ഇവിടെ ചായയും കടിയൊന്നും ഉണ്ടാക്കലൊന്നുമില്ലേ? ആ, ചായയും കടി അത് ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഇപ്പൊ തന്നെ തിന്നൂലാച്ചിട്ട് ഞാൻ വിളിക്കാഞ്ഞ്. ഇജ്ജെടുത്ത് തിന്നോ? എന്താ കടി? ആ, കടി ദോശയും ഉള്ളിക്കൂട്ടാനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദോശ? ഇക്ക് ദോശ ഒന്നും തിന്നിട്ടൊന്നും ചെയ്യില്ല. ഞാൻ രാവിലെ പൊറോട്ട അല്ലെങ്കിൽ ബ്രെഡ് ഓംലേറ്റ് ഒക്കെ ഞാൻ തിന്നലുള്ളൂ. ഇക്ക് ദോശ ഒന്നും വേണ്ട. ആണോ? ഉമ്മക്ക് അറിയില്ലല്ലോ അതൊക്കെ. ഓനക്ക് അറിയുന്നുണ്ടെങ്കിൽ ഓനക്ക് കൊടുന്ന് വെച്ചാ മതി. ഇവിടെ പാകമുള്ള ബിസ്ക്കറ്റ് ആണ് ആ ടിന്നിലുള്ളത്. അത് വേണമെങ്കിൽ എടുത്ത് തിന്നോ, ചായയും കുടിച്ചോ. ബിസ്ക്കറ്റ് നിങ്ങൾ തന്നെ എടുത്ത് തിന്നാ മതി. വിശക്കണേനൊരു മുതലില്ലേ പെരന്റെ ഉള്ളില്? ഇത്രക്ക് നക്കിപ്പിന് ഗതിയില്ലാത്ത ഒരു പെരേക്കാണല്ലോ ഞാൻ വന്നു കയറിയത്. പിന്നെ ഇന്നെ പറ്റി നിങ്ങൾ കണ്ണി കണ്ട ആൾക്കാർക്ക് കുറ്റം പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ?